നമസ്കാരം. അപ്പോൾ ഇന്ന് പറയാനുള്ളത് ഒരു സിനിമാ വിശേഷം ആണ്. ഞാൻ നേരത്തെയും പലവട്ടം സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചില സിനിമാ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്ന ചില പേജുകളിലെ അംഗമാണ്. അപ്പോൾ അതിനകത്ത് ചില സിനിമാ വിശേഷങ്ങൾ അടങ്ങിയ ചില കാര്യങ്ങളൊക്കെ ചർച്ചാ വിഷയമാകും. പലരും പല പോസ്റ്റുകളൊക്കെ ചെയ്യും. അപ്പോൾ ചില പ്രസ്താവനകളൊക്കെ ആൾക്കാർ നടത്തും, അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ. അപ്പോൾ അതിനെ തുടർന്ന് ഞാൻ ചില വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കാണാനിടയായ ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒരു രസകരമായ പോസ്റ്റാണ്. അത് നമ്മുടെ ശ്രീ പൃഥ്വിരാജിനെ കുറിച്ചാണ് ഒരു വ്യക്തിയുടെ അഭിപ്രായം പേജിലുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം അതിനെക്കുറിച്ച്. അതായത് എഴുതിയിരിക്കുകയാണ് അദ്ദേഹം: കള്ളം ഒരു ഉളിപ്പും ഇല്ലാതെ ഇതുപോലെ പറയുവാൻ ആർക്കെങ്കിലും കഴിയുമോ? അതാണ് തുടക്കം. അതിന്റെ കണ്ടന്റ്: മലയാള സിനിമയിലെ ഒന്നാം തരം അവസരവാദി പൃഥ്വിരാജ് ആണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ അതിസാരം പിടിച്ചവനെ പോലുള്ള പത്രക്കാരുടെ മുൻപിൽ വെച്ച് നടത്തിയ പ്രകടനം, അദ്ദേഹത്തിന്റെ ആദ്യകാല ഇന്റർവ്യൂകളും ഒന്ന് കണ്ടാൽ ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. തള്ളൽ നമ്പർ 1: എനിക്കെതിരെ ആരും പ്രവർത്തിച്ചതായി എന്റെ അറിവിലില്ല. ഇതാണ് ഈ മഹാൻ വളരെ അഭിമാനത്തോടെ യാതൊരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പോകുന്നത്. തെളിവ്: കുറെ കാലങ്ങൾക്ക് മുൻപ് ഇദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിന്റെ ആദ്യകാലത്ത് നൽകിയ ഒരു ഇന്റർവ്യൂ യൂട്യൂബിൽ ലഭ്യമാണ്. ഈ ഇന്റർവ്യൂവിൽ തനിക്കെതിരെ സിനിമാ മേഖലയിൽ നടക്കുന്ന ഒതുക്കലിനെ കുറിച്ച് നല്ലതുപോലെ കിടന്ന് കരയുന്നുണ്ട്. സൗകര്യപൂർവ്വം തള്ളൽ മഹാൻ മറന്നതാവും. മാത്രവുമല്ല, ഇദ്ദേഹത്തിന്റെ സിനിമകളെ കൂവിത്തോൽപ്പിക്കാൻ ഒരു ഗ്രൂപ്പ് തന്നെ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നു എന്ന് ഈ ഇദ്ദേഹത്തിന്റെ മാതാശ്രീ ചാനലുകളിൽ വിളിച്ചു പറയുന്നതും യൂട്യൂബിൽ ലഭ്യമാണ്. എന്നിട്ടാണ് ഒരു ഉളുപ്പും മാനവും ഇല്ലാതെ വന്ന് തള്ളുന്നത്. അവസരവാദി. അടുത്ത തെളിവ് അടുത്ത പോസ്റ്റിൽ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. പൃഥ്വിരാജിന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അത് ഒരു ഇന്റർവ്യൂവിൽ പൃഥ്വിരാജ് പറഞ്ഞ കാര്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല ഇന്റർവ്യൂ. എന്നിരുന്നാലും പൃഥ്വിരാജ് അവസരവാദിയാണെന്നും ഒരു കാലത്ത് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു എന്നെ ഒതുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നു. അതൊക്കെ ഞാനും കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പൃഥ്വിരാജ് പറയുന്നുണ്ട് ഇതൊക്കെ എന്നോടല്ല ചെയ്യേണ്ട, ഞാൻ തുടക്കക്കാരനാണ്. ഇതൊക്കെ വലിയ വലിയ സൂപ്പർ സ്റ്റാറുകളൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് പിടിക്കൂ എന്നൊക്കെ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് തുടക്കക്കാരന്റെ രീതിയിൽ. അതൊക്കെ ശരി തന്നെയാണ്. ഇപ്പൊ പൃഥ്വിരാജ് പറഞ്ഞു എന്ന് അത് പ്രസ്താവന എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കും പൃഥ്വിരാജ് പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതാണ് എനിക്കെതിരെ ആരും പ്രവർത്തിച്ചതായിട്ട് എന്റെ അറിവില്ല എന്നാണ്. അത് പൃഥ്വിരാജിന്റെ ഡയറക്റ്റ് കോട്ടാണ്, എക്സാക്ട് കോട്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല ഇന്റർവ്യൂ. എന്നിരുന്നാലും ഇനി പൃഥ്വിരാജ് എങ്ങനെയാണ് പറഞ്ഞത് തന്നെ ഇരിക്കട്ടെ. അതാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം. ഈ സിനിമയിലും കലാമേഖലയിലും ഒരു ശാശ്വതമായിട്ടുള്ള ശത്രുക്കളില്ല. പറഞ്ഞു വരുമ്പോ സിനിമയിലും രാഷ്ട്രീയത്തിലും അതൊക്കെ പറയേണ്ടി വരും. അത് ഒരു രാഷ്ട്രീയ ചൊല്ലാണത്. രാഷ്ട്രീയത്തിൽ ശാശ്വതമായിട്ടുള്ള ശത്രുക്കളില്ല എന്ന് പറഞ്ഞ പോലെ അതുപോലെ തന്നെ സിനിമയിലും കാര്യം 4 ആൾ വന്ന് കൂടുന്ന സ്ഥലമാണ്. ഒരു കോമൺ അജണ്ട കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ. അപ്പോ അവിടെ ശാശ്വതമായിട്ടുള്ള ശത്രുക്കൾ ഉണ്ടാകുന്നതിൽ അർത്ഥമില്ല. കാര്യം എല്ലാവരും കലാസ്നേഹികളാണ്, കലയെ സ്നേഹിക്കുന്ന വ്യക്തികളാണ്. അവരവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും ആൾക്കാരെ എന്റർടൈൻ ചെയ്യിക്കാനും അതുവഴി അവർക്ക് എന്തെങ്കിലും ജനങ്ങളുടെ അനുഗ്രഹവും സ്നേഹവും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കലാകാർ. അപ്പോൾ അവര് അങ്ങനെ ഒരു കോമൺ അജണ്ടയിൽ പോകുന്ന ആൾക്കാരാണ്. അവിടെ ശാശ്വതമായിട്ടുള്ള ശത്രുത ഒന്നും വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. അതൊക്കെ മനസ്സിലാക്കാനുള്ള പക്വത പൃഥ്വിരാജിനുണ്ട്. അത് ഒരാളെയും പൃഥ്വിരാജിന് തെളിയിക്കേണ്ട ആവശ്യമില്ല. പൃഥ്വിരാജ് ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇദ്ദേഹം ഇത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ചിലപ്പോൾ ഒരു കോൺവെർസേഷൻ ഉണർത്താൻ ചെയ്ത ഒരു കുസൃതിയായിരിക്കാം. പക്ഷെ ഇത് ഗ്രൂപ്പില് 2-3 പ്രാവശ്യം ഇത് തന്നെ. ഇത് എത്രാമത്തെ പ്രാവശ്യം എന്നറിയാൻ പറ്റില്ല. ഇതല്ല, ഇതിനോട് സംബന്ധിച്ച് പൃഥ്വിരാജിനെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ തമാശ പോലെ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് കുറച്ച് റീച്ച് കിട്ടട്ടെ എന്ന് വെച്ചിട്ട്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കോമഡി ആണെങ്കിൽ കൂടി ഇങ്ങനെയുള്ള പോസ്റ്ററൊക്കെ ഇടുമ്പോൾ ആൾക്കാർ വന്നിട്ട് അടിയിൽ വന്നിട്ട് പിന്നെയും പഴയ ആ ചൊറിച്ചിലൊക്കെ ആൾക്കാർ കാണിക്കും. രാജപ്പൻ പണ്ടേ നാഗിയാണ്, രാജപ്പൻ പണ്ടേ മലവാണമാണ്, എന്താ പറയാ പൊങ്ങച്ചക്കാരനാണ്, തള്ളുവീരനാണെന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ള കോൺവെർസേഷനൊക്കെ ഉണർത്തിയിട്ട് ഒരു കാര്യമില്ലല്ലോ. അതിനകത്ത് ഇപ്പൊ എന്താണ് കാര്യമുള്ളത്? മലയാള സിനിമയിൽ നമുക്ക് പറയാൻ പറ്റിയ ഒരു എണ്ണം പറഞ്ഞ നായകന്മാരിൽ നായക നടനായാലും പൃഥ്വിരാജ് ഏത് രീതിയിൽ അഭിനയിച്ചാലും, ഇനി നടനായിട്ട് അഭിനയിച്ചാൽ പോലും പൃഥ്വിരാജ് സ്റ്റാർ വാല്യൂ വെച്ച് പൃഥ്വിരാജ് നായകൻ തന്നെയാണ്. പക്ഷെ ഏത് രീതിയിൽ അഭിനയിച്ചാലും ഏത് സ്ഥാനത്ത് അഭിനയിച്ചാലും ഒരു എക്സലന്റ് പെർഫോമൻസ് ആണ് പൃഥ്വിരാജ്. എക്സലന്റ് പെർഫോമൻസ് പുറത്തിറക്കാൻ കഴിയുന്ന ഒരു ആർട്ടിസ്റ്റും ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമല്ല പിന്നിലും പല കാര്യങ്ങൾ അറിയുകയും ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യനാണ് പൃഥ്വിരാജ്. അപ്പൊ അങ്ങനെ വ്യക്തിയെ കുറിച്ചൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളോട് മനസ്സിലാക്കുക. പൃഥ്വിരാജ് മനസ്സിലാക്കുന്നുണ്ട്. കാരണം പൃഥ്വിരാജ് യുവതലമുറയിലെ ഒരു സിനിമാ പ്രവർത്തകനാണ്, നടനാണ്. അതിന്റെ പിന്നാമ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്. അതൊക്കെയാണ് പൃഥ്വിരാജ്. ഗായകനാണ്. അങ്ങനെ ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞത്. അപ്പൊ പൃഥ്വിരാജ് പുതിയ തലമുറ, ഇപ്പൊ മോഹൻലാൽ ലാലേട്ടൻ പറയുന്നു നമ്മൾ ഒഴിഞ്ഞു കൊടുക്കാം, ഇനി പുതിയ തലമുറ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ.
നമുക്ക് ബാക്ക് സീറ്റ് എടുക്കാം എന്ന് തീരുമാനിക്കുന്ന സ്ഥലത്ത് പൃഥ്വിരാജൊക്കെയാണ് ഇപ്പൊ മലയാള സിനിമയുടെ കാരണവരെന്ന് പറഞ്ഞത്. അപ്പൊ പൃഥ്വിരാജ് ഒരു മലയാള സിനിമ എന്ന് പറയുന്നത് ഒരു ഫാമിലി പോലെയാണ്, ഒരു കുടുംബം പോലെ. അതിനെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മള് എന്താ പറയാ, കുടുംബത്തിന്റെ അകത്ത് നിന്നോട് തീ കൊടുക്കരുതല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഉയർന്ന വേറൊരു ചിന്തയിലാണ് പൃഥ്വിരാജ് അങ്ങനെയുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ പിന്നെ എല്ലാവരും ഇതിനകത്ത് കുറ്റപ്പെടുത്തുമ്പോൾ പുറത്തും അകത്തും സിനിമ മേഖലയിലുള്ള ആൾക്കാർ, പുറത്തായാലും അകത്തായാലും ഇങ്ങനെയുള്ള കുറെ അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരൊക്കെ ആയാലും ഈ പുറകെത്തുമ്പോൾ വാഴ ഊരുന്ന പരിപാടി കാണിക്കുമ്പോൾ പൃഥ്വിരാജ് അത് ചേർത്ത് വെക്കാനായിട്ടുള്ള ഒരു കാര്യമാണ്, പക്വമായിട്ടുള്ള ഒരു കാര്യമാണ് പൃഥ്വിരാജ് പറഞ്ഞത് തന്നെ. പൃഥ്വിരാജ് തുടക്കത്തിലെ പല ചാലഞ്ചസും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പൃഥ്വിരാജ് പറയാതെ തന്നെ നമുക്കറിയാം. പല ആൾക്കാരും ഒക്കെ പറയുന്നുണ്ട് രാജപ്പൻ, പൃഥ്വിരാജ് ഇംഗ്ലീഷ് പറയുമ്പോഴത്തേക്കും പൃഥ്വിരാജെ കളിയാക്കുക, രാജപ്പൻ വലിയ തള്ളുവീരനാണ്, അങ്ങനെയൊക്കെയാണ് ഒരുപാട് ഇടിച്ചു താത്താനൊക്കെ നോക്കിയതാണ്. അതൊക്കെ എല്ലാവരുടെ മുന്നിലും ഉള്ള കാര്യങ്ങളാണ്. പലരും പല പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട്. എന്താ അഹങ്കാരി എന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ച വ്യക്തിയാണ് പൃഥ്വിരാജ് എന്നൊക്കെ ഇടുന്നുണ്ട്. അപ്പോ അതൊക്കെ ഒന്ന് ചിന്തിക്കുക. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പൊ ഈ അഭിപ്രായം പറഞ്ഞ വ്യക്തി തന്നെ ആയിരിക്കും നേരത്തെ ഒക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാകാം, പൃഥ്വിരാജ് അങ്ങനെയാണ്, പൃഥ്വിരാജ് മഹാനാണെന്നൊക്കെ ഒക്കെ ചെയ്തതാണ്. പക്ഷെ അവസരം വെച്ചിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നു. അപ്പൊ യഥാർത്ഥ അവസരവാദി ആരാണ്? യഥാർത്ഥ അവസരവാദി നിങ്ങളല്ലേ? ഇനിയിപ്പോ പോസ്റ്റ് ഇട്ടാണെങ്കിൽ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമല്ലോ. പക്ഷെ എന്തായാലും ഭൂരിഭാഗമുള്ള മലയാളികൾ ഒക്കെ അംഗീകരിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൃഥ്വിരാജിന്. അപ്പോ പിന്നെ ആ സാഹചര്യത്തിൽ പൃഥ്വിരാജ് അംഗീകരിച്ചിട്ട് ഈ സാഹചര്യത്തിൽ വന്നിട്ട് പൃഥ്വിരാജിന് ഒരു അവസരവാദി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം അവസരവാദിത്വം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. അത്രമാത്രം പറയാനുള്ളൂ ഇതിനകത്ത്. അത് പറയേണ്ട ഒരു കാര്യമുണ്ട്. കാര്യം അങ്ങനെയാണ്, നമ്മളൊരാളെ വിമർശിക്കുമ്പോഴത്തേക്കും കുറച്ച് ആഴത്തിൽ ചിന്തിച്ചിട്ട് വിമർശിക്കുക. ഇനിയിപ്പോൾ ആരെങ്കിലും ഇങ്ങനെ വിമർശിച്ചിട്ടുണ്ട് പൃഥ്വിരാജിന് പോലും ഇല്ല, അത് വേറെ കാര്യം. പക്ഷെ എങ്കിലും അവനവന് വേണ്ടി ചെയ്യുക. കാരണം പൃഥ്വിരാജിന് പോലും ഇല്ല. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു കിടന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്തക്ക് വിളി കേൾക്കും. ഈ തന്തക്ക് വിളി കേട്ടാലും കുറച്ച് റീച്ച് കിട്ടണമെന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ എങ്കിലും തന്തക്ക് വിളി കേൾക്കും, ആൾക്കാരൊന്നും വിചാരിക്കില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാതിരിക്കുക. പോസ്റ്റ് കഴിയുന്നതും കുറച്ച് മയത്തിലൊക്കെ ഇടുക. ഇനി എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ തന്നെ. ശരിയെന്നാ, അങ്ങനെ